ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കറിയായിരുന്നു ചെയ്യുന്നത്. കാര്യം രാവിലെ എല്ലാ വീട്ടമ്മമാരും ചോദിക്കും, എന്നും ഒരേ കറി, ഇന്നെന്തോ കറി വെക്കുന്നത്. അങ്ങനെ വിഷമിക്കാൻ പറ്റട്ടെ, ഇതേപോലുള്ള ഒരു ചെറിയ ഐറ്റം കറി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കറി, അതാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ കുറച്ച് പച്ചക്കറി മാത്രമേ ഉള്ളൂ. അതായത് 2 ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്, വലുതാണെങ്കിൽ ഒരെണ്ണം, ചെറുതായിട്ട് 2 സവോള, 2 തക്കാളി, 2 പച്ചമുളക്, ഇത്രയൊക്കെ മതി. ഈ ക്യാരറ്റെല്ലാം ഒന്ന് ചീകിയെടുക്കുക. ഒരു ഉരുളക്കിഴങ്ങ്, നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. രണ്ട് പച്ചമുളക് അതുകൂടെ ഇങ്ങോട്ട് മുറിച്ചങ്ങോട്ട്. തക്കാളി ഒഴിച്ച് ബാക്കി പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കുക്കറിൻ്റെ അകത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ആ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5-6 പേർക്കുള്ള കറിയുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ അംഗങ്ങളനുസരിച്ച് വേണം അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കണം. നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറി വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ്. ഈ കുക്കറിൻ്റെ ഈ വശത്ത് ഒരല്പം എണ്ണ അങ്ങോട്ട് തൂത്ത് കൊടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തും തൂത്ത് കൊടുക്കുക. എന്നാണെന്നറിയോ, ഈ കുക്കറിൻ്റെ അകത്തുനിന്ന് സ്പ്രേ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, സാധാരണ കുക്കറിൻ്റെ മേൽവശം മൊത്തം കറിയുടെയൊക്കെ സാധനങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അത് ഒഴിവാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ തൂത്തിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിന് മേളിലോട്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് തെറിച്ച് വീഴത്തില്ല. അടുപ്പ് കത്തിച്ച് ഒരു 2 വിസിലൊന്ന് അടിക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം. ഇതേപോലെ കുറച്ച് തേങ്ങാപ്പീര നമ്മൾ ഈ ജാറിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, അതാ വലിയ ജീരകം, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കറി റെഡിയാക്കുന്നത് ഇടിയപ്പത്തിനോ ചപ്പാത്തിക്കോ പൂരിക്കോ അതേപോലുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കറിയാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ നരച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ഇത് കുക്കർ വിസിലടിക്കുകയും ചെയ്യും. രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമ്മളിതൊക്കെ നിർത്തുകയാണ്. പ്രഷറൊക്കെ ഒന്ന് പോട്ടെ. ഇനി ഇത് താഴോട്ട് വെക്കുകയാണ്. കാരണം ഇത് പ്രഷറൊന്ന് പോകണം. അപ്പോൾ നമ്മൾ ഇതിനുള്ള അരപ്പും റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് ഒന്നുകൂടെ കത്തിക്കുകയാണ്. കറി റെഡിയാക്കണ്ടേ. അടുപ്പ് കത്തിയതിന് ശേഷം ഒരു കടായി അങ്ങോട്ട് വെക്കാം. ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കൊരല്പം കടുക് വന്നിട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത്, ഞാൻ ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ എടുത്തുള്ളൂ. വെളുത്തുള്ളി
ഇങ്ങോട്ടിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 വറ്റൽ മുളക്, ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നോക്കട്ടെ. ഇനി നമുക്ക് ഈ കുക്കറിനകത്തിരിക്കുന്ന ആ വെജിറ്റബിളെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തന്നെ വില്ലേജ് സ്പൈസസിൻ്റെ തന്നെ മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഗരം മസാല ഉണ്ടെങ്കിൽ ആ ഗരം മസാലപ്പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. മസാല ചേർക്കുന്ന മിക്ക ചേർക്കാത്തത് നമ്മൾ തന്നെ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റോക്കുണ്ട്, ആവശ്യമുള്ളവർ പറയാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ഈ മസാല നല്ല ടേസ്റ്റ് കേട്ടോ. അതായത് മസാല ചേർക്കേണ്ട എല്ലാ കറിക്കകത്തും ഇത് ചേർക്കാം. മീൻ കറിക്കകത്ത് ഒഴിച്ച് വെജിറ്റബിൾ കറിക്ക്, ചിക്കൻ കറിക്ക്, ബീഫ് കറിക്ക്, അങ്ങനെയുള്ള എല്ലാ കറിക്കകത്തും ഈ മസാല ചേർക്കാവുന്ന. അല്പം മസാലപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ചെറിയ തീയിലൊന്നിരിക്കട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് ചെറിയ തീയിലിരിക്കുകയായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. തുറന്നങ്ങോട്ട് ഈ കിഴങ്ങും ക്യാരറ്റുമൊക്കെ നല്ലപോലെ ഉടയണമെന്നുണ്ടെങ്കിൽ ഈ ചട്ടവും കൊണ്ട് തന്നെ ഒന്ന് കുത്തി കുത്തി കൊടുത്താൽ മതി, ഒന്ന് ഉടഞ്ഞ് കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാര്യം ഇത് കഷ്ണമൊക്കെ നല്ലപോലെ വെന്തതായി ഇതുണ്ട്. ഇനി ഞാനത് ഉടയ്ക്കുന്നില്ല. നന്നായിട്ട് വെന്തതിന് ശേഷം ഈ അരപ്പൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ചൂടെ ഒന്ന് കുറച്ചൊക്കെ നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം. എന്തായാലും പോരാഴിക്കൊണ്ട് ചേർക്കാവുന്നതാണ്. അത് ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാകണം. അരപ്പിൻ്റെ ആ പച്ചച്ചൊവയൊന്ന് മാറണം. അപ്പോൾ ചെറിയ തീയിൽ ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട. ഒരാവശ്യത്തിന് ഒരല്പം ചാറോട് കൂടിയുള്ള ഒരു കറിയാണ്. നല്ല രുചികരമായ ഒരു കറിയാണ് ഇത് കേട്ടോ. കറി ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്, ഇതുപോലത്തെ കറികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്ത്. അപ്പോൾ ആ അരപ്പിൻ്റെ ആ പച്ചച്ചൊവയൊന്ന് മാറിയ ശേഷം നമുക്കങ്ങ് നിർത്താം. അടുപ്പൊക്കെ നിർത്തി. ഓക്കെ, താഴോട്ട് വെക്കട്ടെ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ പാലപ്പോ ഇടിയപ്പോ അങ്ങനെയൊന്നുമില്ല, പുട്ടാണ് എങ്കിൽ പുട്ടിൻ്റെ കൂടെ, ഉപ്പുമാണെങ്കിൽ ഉപ്പുമാൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിരട്ടപ്പുട്ട്, അതിൻ്റെ കൂടെ അല്പം വെജിറ്റബിൾ കറിയും കൂടെ ഞാനങ്ങോട്ട് ഒഴിക്കും. ഞങ്ങളുടെ വീട്ടിലെ രാവിലത്തെ ഭക്ഷണം ഇതാ, പുട്ടും വെജിറ്റബിൾ കറി. കാരണം എനിക്ക് പ്രശ്നമൊന്നുമില്ല, കറി ഇതുപോലുള്ള ഏത് കറിയായാലും ഞാൻ കഴിക്കും. ഇപ്പം നിങ്ങൾ കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നല്ലൊരു കറിയല്ലേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൂടെ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് കറിക്ക് കേട്ടോ. ഇത് കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല രുചികരമായ ഒരു കറിയാണ്. ക്യാരറ്റും കിഴങ്ങും ബീൻസും ഒക്കെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് വെക്കുക. അടിപൊളി കേട്ടോ, ചെയ്തു നോക്ക്. രുചി നല്ല അപാര രുചി തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഏത് ആഹാരത്തിൻ്റെ കൂടെയും ഈ കറി അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമില്ല, നല്ല അപാര രുചി തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ ആ ബെൽ ബട്ടണില്ല, അതുകൂടെ ഒന്ന് അമർത്തിയേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.